ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവയ്ക്കടുത്ത് കുഞ്ചാട്ടുകര എന്ന് പറയുന്ന സ്ഥലത്താണ്. 4 സെന്റ് സ്ഥലത്ത് 1900 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടാണ് ഇന്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. നമുക്ക് ഇവിടെ നിന്ന് കുഞ്ചാട്ടുകര ജംഗ്ഷനിലേക്ക് വെറും 300 മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ബസ് റൂട്ടിലേക്ക് നടന്നെത്താം 200 മീറ്ററേ ദൂരം വരുന്നുള്ളൂ. ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 6.7 കിലോമീറ്ററും ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് 7.5 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. എയർപോർട്ടിലേക്ക് നമുക്ക് വെറും 15 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ ഈസി ആയിട്ട് എത്താം. ഇൻഫോ പാർക്കിലേക്ക് 12 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇന്ന് മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തുന്ന ഈ ഒരു മനോഹരമായ വില്ലയുടെ എലിവേഷനിൽ നിന്ന് തന്നെ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് ഇവിടേക്ക് വരുന്ന റോഡ് ഒന്ന് നോക്കാം. ഈ കാണുന്ന ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച റോഡാണ് ഈ കാണുന്ന വീടിന്റെ ഫ്രണ്ടിലൂടെ കടന്നു പോകുന്നത്. പ്യുവർലി ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇതിന് ചുറ്റിലും വീടുകളൊക്കെ ഉണ്ട്. ഒരുപാട് പേര് താമസമായതാണ്. ബാക്കിയുള്ള കുറച്ച് വീടുകൾ അണ്ടർ കൺസ്ട്രക്ഷനിലാണ് ഇരിക്കുന്നത്. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്നത് നല്ല വീതിയുള്ള റോഡാണ്. മതിലിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. നല്ല ഭംഗിയായിട്ട് ബ്രിക്ക് മോഡൽ ഒരു ഡിസൈൻ ആണ് മതിലിന് കൊടുത്തിരിക്കുന്നത്. മെയിൻ പില്ലറുകളിലൊക്കെ വന്നിട്ട് നമുക്ക് വലിയ ഷോ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. ചെടികളൊക്കെ നടാനായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് GA പൈപ്പിന്റെ മനോഹരമായ വർക്കുകളും വരുന്നുണ്ട്. ഗേറ്റ് ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലും ഒരു സൈഡ് ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ നോക്കുവാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പെയിന്റിങ്സ് ആണെങ്കിലും അതിനകത്ത് വരുന്ന കളർ കോമ്പിനേഷൻസ് ആണെങ്കിലും എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് ഈ ഒരു വില്ല ചെയ്തിരിക്കുന്നത്. മെയിൻ 2 പില്ലറുകളിലൊക്കെ വന്നിട്ട് ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. മുകൾ ഭാഗത്ത് നമുക്ക് മെയിൻ ബാൽക്കണി കൂടാതെ തന്നെ ഒരു ഓപ്പൺ ബാൽക്കണി കൂടി കിട്ടുന്നുണ്ട്. ബാൽക്കണി ഭാഗത്തൊക്കെ നോക്കിയാൽ കാണാം PVC പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ടോപ്പ് റൂഫിലുള്ള ആ ഒരു ഷേപ്പ് വരുന്ന ഡിസൈൻ തന്നെ നോക്കിയാൽ വീടിന്റെ അട്രാക്ഷൻ ഏറ്റവും അധികം മാറ്റു കൂട്ടുന്നത് ആ ഒരു ഡിസൈൻ ആണെന്ന് തന്നെ നമുക്ക് പറയാം. വീട് കംപ്ലീറ്റ് ആയിട്ട് LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് എലിവേഷൻ നിങ്ങൾ കണ്ടു. നേരെ നമ്മൾ ഗേറ്റ് തുറന്ന് കയറി വരുന്നത് കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ചിലേക്കാണ്. ഒരു കാറാണ് നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഫ്ലോർ ഒക്കെ നോക്കുവാണെങ്കിൽ കാണാം ഭംഗിയായിട്ടുള്ള സ്റ്റോൺസ് വിരിച്ചിട്ട് അതിനിടയ്ക്കൊക്കെ ഗ്രാസ് ആണ് പിടിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വോക്ക് വേ പോലെ വരുന്ന ഭാഗത്ത് മാത്രം ഒരു സെപ്പറേറ്റ് ടൈപ്പ് ഓഫ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരെ വന്ന് കയറുമ്പോൾ ഇവിടെ ഒന്നാമത്തെ കാർ പാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന് ലെഫ്റ്റ് സൈഡിലേക്ക് നേരെ നോക്കുവാണെങ്കിൽ നിറയെ ചെടികളൊക്കെ വച്ചു പിടിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാർ പോർച്ചിന്റെ അടുത്തായിട്ട് തന്നെ നമുക്ക് ഭംഗിയായി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു കിണർ കാണാൻ പറ്റുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം. വടക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കിണർ നല്ല ആഴത്തിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേനൽക്കാലത്ത് പോലും നല്ല ശുദ്ധജലം കിട്ടാവുന്ന ഒരു കിണറാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടാണ് ഈ ഒരു ഭാഗമൊക്കെ ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് മെറ്റൽ ചിപ്പുകളാണ് ഇവിടെയൊക്കെ വിരിച്ചിരിക്കുന്നത്. കിച്ചന്റെ ബാക്ക് സൈഡിലൂടെ നടന്നു പോകുമ്പോൾ നമുക്ക് ഇവിടെ വർക്ക് ഏരിയയ്ക്കായിട്ടുള്ള സ്പേസും പാഷ്യൂ ഏരിയയും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ നോക്കിയാൽ കാണാം നല്ല വിട്ടിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. മെറ്റൽ ചിപ്പുകൾ വിരിച്ചിരിക്കുന്ന ഈ ഒരു ഏരിയയിലൂടെ നമുക്ക് നടന്നു പോകാനായിട്ടും ഫുഡ് സ്റ്റെപ്പ് വെക്കാനായിട്ടൊക്കെ ഭംഗിയായിട്ട് സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. വീട്ടിലേക്ക് കയറുമ്പോഴുള്ള റൈറ്റ് സൈഡ് പോർഷൻ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 വീലേഴ്സ് ഒക്കെ വെക്കാനായിട്ട് ഇവിടെ ധാരാളം സ്ഥലം കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് നേരെ വരുന്ന സമയത്ത് ഇവിടെ ഒരു ചാരു ബെഞ്ച് കിട്ടുന്നുണ്ട്. ഈവനിങ് ടൈമിലൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഇരിക്കാനൊക്കെ ആയിട്ട് നല്ലൊരു സ്പേസ് ആണ് കിട്ടുന്നത്. അതിന്റെ ബാക്ക് സൈഡ് നോക്കിയാലും കാണാം ചെടികളൊക്കെയാണ് വച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ബാക്ക് സൈഡിലേക്ക് കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരു വഴി നോക്കിയാൽ കാണാം ഇവിടെയും നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ സിറ്റ് ഔട്ടിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ആ പില്ലർ നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. സിറ്റ് ഔട്ട് വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിൽ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു 3-4 ചെയറുകൾ പ്ലേസ് ചെയ്യാവുന്ന അത്രയും സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. സിറ്റ് ഔട്ടിന്റെ നേരെ മുകൾ ഭാഗത്ത് നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയായ ഡിസൈനുകളും ചെറിയ ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ നമുക്ക് ഒറ്റപ്പാളയിൽ ചെയ്തിരിക്കുന്ന മെയിൻ ഡോർ കാണാം. നല്ല വീതിയുള്ള കട്ടിളപ്പടിയിലാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോറിന്റെ ദർശനം വന്നിട്ട് കിഴക്ക് ഭാഗത്തേക്കാണ്. ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് വീടിന്റെ മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ ഡോർ തുറന്ന് വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലാണ്. ഫ്ലോർ നോക്കുവാണെങ്കിൽ വൈറ്റ് കളറിൽ ചെറിയൊരു ഡിസൈൻ വരുന്നുണ്ട്. ഭംഗിയുള്ള ടൈലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്.
നിങ്ങൾക്ക് നേരെ നോക്കുമ്പോൾ കാണാം നമുക്ക് വിൻഡോസ് ഇവിടെ 3 വിൻഡോസ് ആയിട്ടും ഈ ഭാഗത്ത് 3 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ മരങ്ങളോ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു, എല്ലാം വളരെ ഭംഗിയായിട്ടൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നേരെ കടന്നു വരുന്ന സമയത്ത് നമുക്ക് ടി വി യൂണിറ്റ് ആണ് ആദ്യം വിസിബിൾ ആയിട്ടുള്ളത്. ടി വി യൂണിറ്റിന്റെ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ PVC പാനലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് കളർ ബോർഡാണ് ടി വി വെക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. സൈഡിലായിട്ട് വലിയ ഓപ്പൺ ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ഒരു ഇന്റേണൽ പ്ലാന്റ് അവിടെ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ടി വി യൂണിറ്റിന്റെ താഴെയൊക്കെ ആയിട്ട് കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നേരെ റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ്. ഒരുപാട് വർക്കുകളൊന്നും ചെയ്ത് വൃത്തികേടാക്കാതെ വളരെ ഭംഗിയായിട്ട് മാത്രം ആവശ്യത്തിനുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് ഈ ഒരു വീട്ടിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന കേബിള് വയറുകളൊക്കെ നോക്കുവാണെങ്കിൽ ഫിനോലെക്സിലും V-ഗാർഡിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. എൻട്രൻസ് നോക്കുവാണെങ്കിൽ മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ക്ലോക്ക് അവിടെ നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. നേരെ നമ്മൾ ഡൈനിങ്ങിലേക്ക് ചെല്ലുമ്പോൾ വലിയൊരു സ്പേസ് ആണ് നമ്മൾ അവിടെ കാത്തിരിക്കുന്നത്. 8 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു സ്പേസ് ആണ് ഡൈനിങ് ഹാളിൽ നമുക്ക് കിട്ടുന്നത്. ഡൈനിങ് ഹാളിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ അവിടെ നിന്നാണ് നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെയർ കേസിന്റെ ഹാൻഡ് റൈൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ വുഡൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പുകൾ നോക്കിയാലും കാണാം നമുക്ക് ആ ഒരു വുഡൻ ബേസ്ഡ് ആയിട്ടുള്ള ടൈല് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് റൈൽസിനകത്തെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ടഫന്റെ ഗ്ലാസ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് കയറി പോകുന്നതിന്റെ മുകൾ ഭാഗത്ത് തന്നെ നിങ്ങൾ നോക്കിക്കോളൂ, നല്ല ഭംഗിയായിട്ടുള്ള ഒരു പാനലിംഗ് വർക്ക് കൊടുത്തിട്ട് നിറയെ LED സ്ട്രിപ്പുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പിന്റെ നേരെ മുകളിലുള്ള ഭാഗം ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവിടെ നമുക്ക് 3 വിൻഡോസ് കാണാം. അതുകൂടാതെ ഏറ്റവും ടോപ്പിൽ ഭംഗിയായിട്ടൊരു ഷാൻലിയർ ആണ് ഹാങ് ചെയ്ത് ഇട്ടിരിക്കുന്നത്. ഡൈനിങ് ഹാളിൽ നമുക്കിനി വാഷ് ഏരിയ ആണ് കാണേണ്ടത്. ഈ ഒരു ഭാഗത്തായിട്ട് നല്ല ഭംഗിയായിട്ടാണ് വാഷ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് കളറിലുള്ള യൂണിറ്റ് ആണ് വാഷ് ബേസിനായിട്ട് വെച്ചിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ആ ബ്ലാക്ക് കളറിലുള്ള വർക്കാണ്, ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടാണ് ആ ഒരു വോള് ചെയ്തിരിക്കുന്നത്. വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട്. അതിരിക്കുന്നത് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ്. താഴെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു പീസും കൂടെ കൊടുത്തിട്ട് അവിടെ ഭംഗിയായിട്ടൊരു പ്ലാന്റും കൂടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിന്റെ ബാക്കി വരുന്ന വോള് നമുക്ക് റൂഫ് നോക്കുവാണെങ്കിൽ അത് കവർ ചെയ്തിട്ടുണ്ട്. മുകളിൽ ആ ഒരു മിഡിൽ പോർഷനിലായിട്ട് തന്നെ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം ഭംഗിയായിട്ടുള്ള ഒരു പാനലിംഗ് വർക്ക് ചെയ്തിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു ഹാങ്ങിങ് ലൈറ്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എല്ലാ റൂമുകളിലും എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു മുകളിലേക്ക് പോകുന്ന സ്റ്റെപ്പ് നമ്മൾ കണ്ടു. സ്റ്റെപ്പിന്റെ നേരെ താഴെയുള്ള ഭാഗം നോക്കുവാണെങ്കിൽ അത് വളരെ ഭംഗിയായിട്ട് കുറച്ച് ഡെപ്തിലാണ് ചെയ്തിരിക്കുന്നത്. ഔട്ടർ ഫ്രെയിം ആയിട്ട് വുഡൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനുള്ളിലെല്ലാം LED സ്ട്രിപ്പുകൾ ഇട്ട് ഭംഗിയാക്കിയിട്ടാണ് ആ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. നമുക്കിനി അവിടെ കുറച്ച് വർക്കുകളും കൂടെ, ബ്യൂട്ടിഫിക്കേഷൻ വർക്കുകളും കൂടെയാണ് പെൻഡിങ് ആയിട്ടുള്ളത്. ഡൈനിങ് ഹാളിന്റെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് സ്ലൈഡ് ചെയ്യാവുന്ന ഒരു ഡോറ് കിട്ടുന്നുണ്ട്. പാഷ് ഏരിയയിലേക്കുള്ള എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഇവിടെ നമുക്ക് നേരെ ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ വുഡൻ ആയിട്ടുള്ള ഒരു ടൈലാണ് ഇട്ടിരിക്കുന്നത്. ഇതിന്റെ മുകൾ വശത്തെ ഏകദേശം ഹാഫ് പോർഷനോളമാണ് കവർ ചെയ്തിട്ട് മുകളിലൊക്കെ ചെറിയ ബൾബുകൾ, സ്പോട്ട് ലൈറ്റുകൾ ഇട്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭംഗിയായിട്ട് ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ ആ ഒരു വർക്ക് ചെയ്തിട്ട് അവിടെ എല്ലാം തന്നെ ഭംഗിയുള്ള പ്ലാന്റ്സ് ആണ് പിടിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു ഏരിയ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണ്ടതാണ്. വീടിന് ചുറ്റിനും നമ്മൾ കറങ്ങിയ സമയത്ത് ഈ ഒരു ഏരിയയിലൂടെയൊക്കെ തന്നെയാണ് നമ്മൾ കടന്നുപോയത്. നമുക്കിനി ഇവിടെ താഴത്ത് കാണാനുള്ളത് ഒരു ബെഡ്റൂം കാണാനുണ്ട്, ഒരു കിച്ചൺ കാണാനുണ്ട്. നമുക്ക് കിച്ചൺ കണ്ടിട്ട് ബെഡ്റൂമിലേക്ക് പോകാം. ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെയാണ് കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന്റെ ഒരു കൗണ്ടർ ടോപ്പ് പോർഷൻ ഒക്കെ വന്നിട്ട് വൈറ്റ് കളർ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. താഴെ ഭാഗത്തൊക്കെ ഭംഗിയുള്ള പാനലിംഗ് വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചന്റെ എൻട്രൻസ് മുകളിൽ നോക്കിയാലും കാണാം നിറയെ പാനലിംഗ് വർക്കുകളൊക്കെ കൊടുത്തിട്ട് ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റും സ്പോട്ട് ലൈറ്റുകളും ഒക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കിച്ചണകത്തേക്ക് എൻട്രി ചെയ്യുമ്പോൾ 4-5 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന ഒരു സ്പേസ് ആണ് കിട്ടുന്നത്. ഒരു വൈറ്റ് കളർ ആണ് സറൗണ്ടിങ് ഏരിയാസിലൊക്കെ കൊടുത്തിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഡാർക്ക് ഗ്രേ ഷെയ്ഡും അതുപോലെ തന്നെ ഒരു വുഡൻ ഷെയ്ഡും കൂടെ മിക്സ് ആയിട്ട് നല്ല ഭംഗിയുള്ള കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ 2 ലെയറിലും താഴെ 1 ലെയറിലായിട്ട് നിറയെ വാർഡ്രോബുകളാണ് ഈ ഒരു കിച്ചണിൽ കൊടുത്തിരിക്കുന്നത്. കിച്ചന്റെ ടോപ്പ് സ്ലാബ് വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ്. സിങ്കും പൈപ്പ് കണക്ഷനും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വിൻഡോസ് നോക്കുവാണെങ്കിൽ നമുക്ക് 3 വിൻഡോസ് സ്ട്രെയിറ്റ് ആയിട്ടും ബാക്കിയുള്ള വിൻഡോസ് ലെഫ്റ്റ് സൈഡിലുമായിട്ടാണ് കാണാൻ പറ്റുന്നത്. കിച്ചന്റെ പൊസിഷൻ നോക്കുവാണെങ്കിൽ നമുക്ക് കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നിട്ട് ഗ്യാസ് സ്റ്റവ് ഒക്കെ ആ ഒരു ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് വാസ്തുപരമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചന്റെ സ്ഥാനം വരുന്നത്. കിച്ചന്റെ ഈ ഭാഗത്തുള്ള ഒരു ഡോർ ഉണ്ട്. നമുക്കത് തുറന്നു കഴിഞ്ഞാൽ നേരെ ഇറങ്ങുന്നത് ആ പാഷ് ഏരിയയിലേക്ക് തന്നെയാണ്. നിങ്ങൾ ഓൾറെഡി കണ്ട ഏരിയ തന്നെയാണ്.
ഡൈനിങ് ഹാളിൽ നിന്നും കിച്ചണിൽ നിന്നും നമുക്ക് ഈ ഒരു സെയിം ഏരിയയിലേക്ക് തന്നെയാണ് ഇറങ്ങാൻ പറ്റുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇത് കവർ ചെയ്തെടുത്താൽ വർക്ക് ഏരിയ ആയിട്ട് കൂടെ യൂസ് ചെയ്യാവുന്നതാണ്. വീടിന്റെ ഡൈനിങ് ഹാളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമുക്കിനി ഇവിടെ താഴെ ഒരു ബെഡ്റൂം കാണാനുണ്ട്. ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിൽ തുറന്നിട്ട് നമ്മൾ നേരെ വരുന്ന സമയത്ത് ഇതിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 14-10 ഫീറ്റിലാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെ 3 വിൻഡോസും ഈ ഭാഗത്ത് 2 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാനലിംഗ് വർക്കും അതിനു ചുറ്റിലും LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബും ഡ്രസ്സിംഗ് ടേബിളും കൂടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂം ടൈലുകൾ നോക്കുവാണെങ്കിൽ ഓഫ് വൈറ്റ് ഷെയ്ഡിലെ കുറച്ച് ഡിസൈൻ വരുന്ന ടൈലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. വാഷ് ബേസിനും അതുപോലെ ബാക്കിയുള്ള ടോയ്ലറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ ജെറയിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലാണ് വന്നിരിക്കുന്നത്. നടന്നു പോകുന്ന വഴികളിലൊക്കെ നോക്കിയാൽ കാണാം ഇവിടെ നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. ഈ ഭാഗത്ത് റൗണ്ടിൽ നല്ലൊരു ഓപ്പണിംഗ് കൊടുത്തിട്ട് അവിടെ ഒരു പ്ലാന്റ് ആണ് വെച്ചിരിക്കുന്നത്. ഷോ ലൈറ്റ് വരുന്നുണ്ട്. അതുകൂടാതെ ഓൾറെഡി നല്ല പെയിന്റിങ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റൂഫിൽ ഹാങ് ചെയ്തിരിക്കുന്ന ഷാൻലിയർ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കുറച്ചും കൂടെ അടുത്ത് വിസിബിൾ ആണ്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് ഇങ്ങനെ ഒരു ഹാളിലേക്കാണ്. ഈ ഒരു ഭാഗത്തെ വോളിൽ നോക്കിയാൽ കാണാം നമുക്ക് ഇതുപോലെ റീഡിംഗ് പർപ്പസിനായിട്ട് അല്ലെങ്കിൽ ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാനൊക്കെ ഇവിടെ ഒരു വാർഡ്രോബുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഭംഗിയായിട്ടുള്ള പെയിന്റിങ്സ് ഒക്കെ കൊടുത്തിട്ട് ഇന്റർണൽ പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ച് ഈ ഒരു ഏരിയ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഏരിയയുടെ ഒരു ഷേപ്പ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതേ ഷേപ്പിലാണ് ഈ ഒരു ഹാള് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഭംഗിയായിട്ടുള്ള ചെറിയ ചെറിയ വർക്കുകളും ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു 4 BHK വീട്ടിൽ നമ്മൾ താഴെ ഒരു ബെഡ്റൂം ആണ് കണ്ടത്. നമ്മൾ ഇനി രണ്ടാമത്തെ ബെഡ്റൂം ആണ് കാണാൻ പോകുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമിന്റെ ഡോറിന്റെ ഡിസൈൻ വന്നിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം നമുക്ക് ഫേർണിഷ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കോട്ടും ബെഡും ഒക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. എല്ലാം അറേഞ്ച് ചെയ്തിട്ടാണ് ഈ റൂം ചെയ്തിരിക്കുന്നത്. അതിന്റെ 2 സൈഡിലായിട്ട് നമുക്ക് 2 വിൻഡോസ് ആണ് കിട്ടുന്നത്. നേരെ റൂഫിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം അവിടെ മിഡിൽ പോർഷനിലായിട്ട് ഒരു പാനലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതിന് ചുറ്റിനും LED സ്ട്രിപ്പുകളും വലിയ LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നമുക്ക് 2 നിലകളിലായിട്ടാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് വാർഡ്രോബുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബിന്റെ അടുത്തായിട്ട് നമുക്ക് ചെറിയൊരു പാഷ്യൂ ഏരിയ കിട്ടുന്നുണ്ട്. ഡോർ സ്ലൈഡ് ചെയ്ത് നമുക്ക് ഇതുപോലെ താഴേക്ക് ഇറങ്ങാവുന്ന രീതിയിലാണ് പാഷ്യൂ ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വുഡൻ ടൈപ്പ് ഓഫ് ടൈൽ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടാണ് ഈ ഒരു ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മുകളിലൊക്കെ നോക്കിയാൽ നമുക്ക് കാണാം ഗ്ലാസുകളൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഈ ഏരിയയുടെ അപ്പുറത്തെ ഭാഗത്തേക്ക് നമുക്ക് ഇറങ്ങാം ബാൽക്കണി വഴി. അവിടെയും നമുക്ക് നല്ല രീതിയിൽ പ്ലാന്റ്സ് ഒക്കെ വെക്കാനായിട്ട് നല്ലൊരു അറേഞ്ച്മെന്റ് തന്നെയാണ് കിട്ടുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് അഡീഷണൽ ആയിട്ടൊരു ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടി കിട്ടുന്നുണ്ട്. ഡ്രോസ് ഒക്കെ കൊടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിന്റെ ടൈലുകളൊക്കെ നോക്കുവാണെങ്കിൽ ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ചെറിയൊരു ഡിസൈൻ വരുന്ന ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലായിടത്തും തന്നെ ജെറയുടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 2 ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞ് നമ്മൾ ഇനി മൂന്നാമത്തെ ബെഡ്റൂം ആണ് കാണാൻ പോകുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് തേർഡ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 15-8.5 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഈ ഭാഗത്തായിട്ടാണ് വാർഡ്രോബുകളെല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സെയിം മോഡലിലും പാറ്റേണിലും ഒക്കെ തന്നെയാണ്. റൂഫിൽ നോക്കുവാണെങ്കിലും ചെറിയ ഡിസൈനുകളും അതുപോലെ ആവശ്യത്തിന് മാത്രമുള്ള LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ആയിട്ടാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. വേസ്റ്റ് വാട്ടർ ലൈനും അതുപോലെ വാഷിംഗ് മെഷീന്റെ പവർ പ്ലഗ് എല്ലാം തന്നെ ഇവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വിൻഡോസ് നോക്കുവാണെങ്കിൽ ഈ ഭാഗത്തായിട്ടാണ് 2 വിൻഡോസ് വരുന്നത്. ഈ ഒരു ഡോർ തുറന്നാൽ നമുക്ക് നേരെ മുകളിലേക്ക് പോകാനുള്ള എൻട്രൻസ് ആണ്. ടെറസിലേക്ക് പോകാനുള്ള സ്റ്റെപ്പാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഡോറിന്റെ പാറ്റേൺ ഒക്കെ എല്ലായിടത്തും സെയിം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിനകത്ത് നോക്കുവാണെങ്കിൽ ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡുള്ള ടൈല് ഡിസൈൻ വരുന്ന ടൈപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളിനി ഫൈനലി 4ാമത്തെ ബെഡ്റൂം ആണ് കാണാൻ പോകുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 14-10.5 ഫീറ്റിലാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ തന്നെ നമുക്ക് 2 സൈഡിലായിട്ട് 2 വിൻഡോസ് കാണാൻ പറ്റുന്നുണ്ട്. വാർഡ്രോബുകളും അതുപോലെ ഡ്രസ്സിംഗ് ടേബിൾ ഒക്കെ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. വലിയൊരു സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന വാർഡ്രോബ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ ഡ്രസ്സിംഗ് ടേബിളും വരുന്നുണ്ട്.
റൂഫിലാണെന്നുണ്ടെങ്കിൽ ബോർഡർ ലൈനുകളിൽ മാത്രം വർക്കുകളൊക്കെ കൊടുത്തിട്ട് ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇതുപോലെ വിൻഡോസ് കാണാം. വിൻഡോസിന്റെ മിഡിൽ പോർഷനിലുള്ള ഏരിയ വന്നിട്ട് നമുക്ക് ഡോർ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അത് ഓപ്പൺ ചെയ്താൽ നമുക്ക് നേരെ ഇവിടുത്തെ ബാൽക്കണി സ്പേസിലേക്ക് ഇറങ്ങാൻ പറ്റും. നമുക്ക് ഈ ഭാഗത്തായിട്ട് വീടിന്റെ ഫ്രണ്ടേജ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ബാൽക്കണിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ ഹാൻഡ് റെയിൽസ് ഒക്കെ കൊടുത്ത് ടഫന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. മുകളിലൊക്കെ ചെറിയ LED ബൾബുകളുമാണ് ഇട്ടിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. എല്ലാ ഡോറുകളും സെയിം പാറ്റേണിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമുക്കൊരു ലൈറ്റ് ഗ്രേ ഷെയ്ഡ് വരുന്ന ടൈലാണ്. ചെറിയൊരു ഡിസൈൻ കൂടി അതിനകത്ത് ബാച്ച് ചെയ്യുന്ന രീതിയിലാണ് ടൈലുകളെല്ലാം തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബാത്റൂം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 4 ബെഡ്റൂമുകളും കണ്ടതിന് ശേഷം നമുക്കിനി ബാൽക്കണിയാണ് കാണാനുള്ളത്. ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്താൽ നമ്മൾ നേരെ ചെല്ലുന്നത് ബാൽക്കണി സ്പേസിലേക്കാണ്. ബാൽക്കണി നോക്കുവാണെങ്കിൽ നമുക്ക് 2 പോർഷൻ ആയിട്ടാണ്. ആദ്യത്തെ പോർഷൻ നമുക്ക് നല്ലൊരു ലെങ്തി ഏരിയ ആണ്. കംപ്ലീറ്റ് ആയിട്ട് അത് കവർ ചെയ്തിട്ടുണ്ട്. റൂഫിലൊക്കെ നോക്കുവാണെങ്കിൽ PVC പാനലിംഗ് ചെയ്തിട്ട് സ്പോട്ട് ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ വുഡൻ ബേസ്ഡ് ആയിട്ട് ചെയ്തിട്ട് അതിനകത്തൊക്കെ ടഫന്റെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. രണ്ടാമത് നമുക്ക് ഇവിടെ ഓപ്പൺ ബാൽക്കണി കിട്ടുന്നുണ്ട്. അതും കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് റെയിൽസ് ഒക്കെ കൊടുത്ത് കവർ ചെയ്തിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് കാണുന്നത് പാഷ്യൂ ഏരിയ ആണ്. നമ്മൾ കുറച്ചു മുമ്പ് മുകളിലേക്ക് വന്നപ്പോൾ ആദ്യം കണ്ട ഏരിയ ഇതാണ്. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ കണ്ട വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവയ്ക്കടുത്ത് കുഞ്ചാട്ടുകര എന്ന് പറയുന്ന സ്ഥലത്താണ്. കുഞ്ചാട്ടുകര ജംഗ്ഷനോട് വളരെ അടുത്താണ്. വെറും 300 മീറ്റർ മാത്രമാണ് ജംഗ്ഷനിൽ നിന്നും ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. ബസ് റൂട്ടിലേക്കൊക്കെ നമുക്ക് 200 മീറ്റർ വെറും വോക്കബിൾ ഡിസ്റ്റൻസ് മാത്രമാണ് ദൂരമുള്ളത്. എല്ലായിടത്തേക്കും നമുക്ക് ഈസി ആയിട്ട് എത്തിപ്പെടാം. നമുക്ക് ഈ ഒരു എയർപോർട്ടിൽ നിന്നൊക്കെ നോക്കുവാണെങ്കിൽ വെറും 15 കിലോമീറ്റർ ആണ്. ഇൻഫോ പാർക്കിലേക്ക് 12ഉം. എല്ലായിടത്തേക്കും എളുപ്പത്തിൽ എത്തിപ്പെടാം. മെട്രോ സ്റ്റേഷനിലേക്ക് 7 കിലോമീറ്ററും റെയിൽവേ സ്റ്റേഷനിലേക്ക് 6 കിലോമീറ്ററും ഒക്കെയാണ് ഡിസ്റ്റൻസ് വരുന്നത്. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുടെയും ആരാധനാലയങ്ങൾ നമുക്ക് ഇവിടെ ഒരു 500 മീറ്റർ ചുറ്റളവിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് നല്ല സ്കൂളുകൾ നമുക്ക് ഇവിടെയുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. റോഡിന് വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 4 സെന്റ് സ്ഥലത്ത് 1900 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഒരു ബെഡ്റൂമിൽ നമുക്ക് കോട്ട് ഉൾപ്പെടെ ഫർണിഷ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വെള്ളത്തിനായിട്ട് കിണർ വെള്ളമുണ്ട്. മറ്റൊരു ഓപ്ഷൻ നമുക്ക് KW വാട്ടറും കൂടിയാണ്. എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് ഹൂസ് ആൻഡ് ഓഫ് ലാൻഡിൽ 1900 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ടാണ്. 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 83 lakhs ആണ്. 83 ലക്ഷം എന്നുള്ള ഇതിന്റെ പ്രൈസ് മാർബിൾ ഹോംസ് വഴി വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ല റേറ്റിൽ ഞങ്ങളത് നെഗോഷിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങിച്ചു തരുന്നതായിരിക്കും. ലോൺ വ്യവസ്ഥയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാനായിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇന്ന് തന്നെ നിങ്ങളുടെ വിസിറ്റ് ഉറപ്പാക്കുക. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.